പ്രിയപ്പെട്ടവരെ, 100 കൊല്ലങ്ങൾ നീണ്ടു നിന്ന യുദ്ധത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1337 മുതൽ 1448 വരെ നീണ്ടു നിന്ന ഒരു യുദ്ധം. അത് ഫ്രാൻസും ബ്രിട്ടനും തമ്മിലായിരുന്നു. വീണ്ടും ഇവർ തമ്മിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം 1445 മുതൽ 1815 വരെ അടുത്ത ഒരു യുദ്ധവും നീണ്ടു നിന്നു. ഈ യുദ്ധങ്ങളെ അതിൻ്റെ ആകത്തുകയിലെടുത്താൽ ദീർഘനാളുകൾ ഈ വൈരാഗ്യം ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക, അത് തലമുറ ഏറ്റുവാങ്ങുക. ഈ യുദ്ധം ഇത്രയും നാൾ നിന്നത് സാമ്രാജ്യത്വത്തിൻ്റെ അധികാരമോഹങ്ങളും സമ്പത്ത് വെട്ടിപ്പിടിക്കാനുള്ള ത്വരയൊക്കെയാണ്. പക്ഷേ അപ്പോഴേക്കും ഈ രണ്ട് രാജ്യങ്ങളും ഒരളവ് വരെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേർപ്പെട്ടാലും പരാജയം രണ്ടു കൂട്ടർക്കുമാണ്. അത് വിശദീകരിക്കാൻ നമുക്കറിയാം. ഇവിടെ മറ്റൊരു പ്രശ്നം രൂപപ്പെടുകയാണ്. ദീർഘനാൾ നീണ്ടു നിന്ന ഈ രണ്ട് യുദ്ധങ്ങൾ ഏതാണ്ട് പര്യവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ അരക്ഷിതാവസ്ഥ ഏറെ ഏറ്റുവാങ്ങിയത് സ്ത്രീകളും കുട്ടികളുമായിരുന്നു. കാരണം യുദ്ധത്തിൽ പടയാളികൾ കൊല്ലപ്പെടുന്നു, അത് പുരുഷന്മാരാണ്. സ്ത്രീകൾ അന്ന് അങ്ങനെ യുദ്ധത്തിന് പോകുന്ന പതിവില്ല. ഈ പുരുഷന്മാരുടെ എണ്ണം ഗണ്യമായി ഈ രാജ്യങ്ങളിൽ കുറഞ്ഞു. പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞതോടുകൂടി സ്ത്രീകൾക്ക് പരിരക്ഷ കിട്ടാതെയായി, അവരെ പുലർത്താൻ ഒരാളില്ലെന്നായി. അധർമ്മികളും അക്രമികളും അവരെ ഉപദ്രവിക്കുന്നു എന്ന പരിസ്ഥിതി സംജാതമാകുകയാണ്. അവർ ബോധിച്ച ഒരു പുരുഷനൊപ്പം പോകാനോ അതല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടാനോ അല്ലെങ്കിൽ വഴിവിട്ട ജീവിതം നയിക്കാനോ ഒക്കെ ബാധ്യസ്ഥരായി. അപ്പോൾ സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ കുറവ് ഇത്തരത്തിലെ ഒരു പ്രതിസന്ധി രൂപപ്പെടുത്തി. രണ്ടാമത്തെ ഒരു വിഷയം, ഇതിൻ്റെ തിക്താനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയ സമൂഹം കുട്ടികളായിരുന്നു. കാരണം അപ്പൻ മരിച്ചു, അമ്മ അവനെ ഇട്ടിട്ട് പോയി. ഇങ്ങനെ ധാരാളം കുട്ടികൾ ബ്രിട്ടനിൽ, ഫ്രാൻസിൽ, ഈ രാജ്യങ്ങളുടെ പലയിടങ്ങളിലുണ്ടായി. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഈ കുട്ടികൾ അവർ നേരിട്ട അരക്ഷിതാവസ്ഥ നിമിത്തം പതുക്കെ അക്രമാസക്തരായി മാറുകയുണ്ടായി. ഏതൊരു സമൂഹവും അക്രമാസക്തരാകുന്നത് അരക്ഷിതാവസ്ഥയിൽ നിന്നാണ്. നിങ്ങൾക്ക് വിലക്കുന്ന വെള്ളം, നിങ്ങൾക്ക് വിലക്കുന്ന ആഹാരം, നിങ്ങൾക്ക് വിലക്കുന്ന വിദ്യാഭ്യാസം, നിങ്ങൾക്ക് വിലക്കുന്ന മനുഷ്യാവകാശം ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിഷേധത്തിൻ്റെ വഴി നിങ്ങളുടെ മുമ്പിൽ രൂപപ്പെടുത്തും. അത്തരത്തിലെ സംഘടിത ശക്തികൾ പിന്നീട് ഒറ്റപ്പെട്ട വിപ്ലവങ്ങളായോ സംഘടിതമായ ആക്രമണങ്ങളായിട്ടൊക്കെ രൂപപ്പെടും. അതിൻ്റെ അനുരണനങ്ങൾ പലയിടത്ത് പല രൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് ഈ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിൽ പലതരം ജനാധിപത്യ പ്രവണതകൾ സമൂഹത്തിൽ കണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. ഇത്തരത്തിലെ ജനകീയ മുന്നേറ്റമൊന്നും ഒരു പരിധി വിട്ട് വിജയിച്ച ചരിത്രമില്ല. കാരണം അത് അപക്വമായൊരാൾക്കൂട്ടമാണ്. അപക്വമായൊരാൾക്കൂട്ടത്തിൻ്റെ ശബ്ദം അർത്ഥസഹിതമായിരിക്കില്ല. ഒരു എക്സാമ്പിൾ, ഒരു വനാതിർത്തിയിൽ അവിടെ വനം സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ അതിൽ വേണ്ടത്ര ഉത്തരവാദിത്തം കാട്ടാതെ വരുമ്പോഴാണ് ഈ മൃഗങ്ങൾ വന്ന് നമുക്ക് ഉള്ള ആടിനെ പിടിച്ചുകൊണ്ട് പോകുന്നതോ മനുഷ്യരെ കൊല്ലുന്നതോ. അതിൻ്റെ വൈക്കേരിയസ് റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വനം വകുപ്പിന് തന്നെയാണ്. അവർക്ക് ഉത്തരവാദിത്തം. കാരണം ഈ വനം വകുപ്പിന് ഒരു നിലപാടുണ്ട്. നമ്മുടെ കൃഷി പോയാലോ നമ്മുടെ ഏതെങ്കിലും തരത്തിലെ മനുഷ്യനഷ്ടം വന്നാലോ അവർ പറയും നിങ്ങളെ സംരക്ഷിക്കാനുള്ള ചുമതല ഞങ്ങൾക്കല്ല, അത് പോലീസിനാണ്, ഞങ്ങൾക്കതിന് അധികാരമില്ല. ഞങ്ങളെ മൃഗത്തെ സംരക്ഷിക്കാൻ, വന്യമൃഗത്തെ നോക്കാൻ, കാട് സംരക്ഷിക്കാനാണ് ഞങ്ങളുടെ ജോലി. ശരിയുമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ അതിര് വിട്ടിങ്ങോട്ട് വരുന്നു? അത് മിണ്ടാപ്രാണിയാണെന്ന് ഉത്തരത്തിന് അർത്ഥമില്ല. എന്നാൽ മിണ്ടാപ്രാണി അതിൻ്റെ വഴിക്ക് അവിടെ വസിക്കില്ല. നിങ്ങളെന്തിനാണ് അവിടെ കഴിയുന്നത്? നിങ്ങൾ ആരിൽ നിന്ന് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നത്? ഇതിന് ലോജിക്കലി ഉത്തരം പറയാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ എന്താ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം? അപ്പോഴേക്ക് ഈ ചർച്ചയുടെ സമയത്ത് ആളുകൾ ഒത്തുകൂടും. SP വരും, മറ്റ് പോലീസുകാർ വരും. ഇവരുടെ ആ ശബ്ദം സത്യത്തിൽ ഒരനാവശ്യമാണ്, ഒരു പ്രതികരണമാണ്.
അപ്പോഴേക്കും പറയാം ഒപ്പിട്ട് തരണം. ഈ ഒപ്പിനൊന്നും പ്രസക്തിയൊന്നുമില്ല, നിയമത്തിൻ്റെ വഴിക്കത് പോകത്തേ ഉള്ളൂ. ഇത്ര ലക്ഷം രൂപ കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിടാം, ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രതിനിധി പോയി സംസാരിക്കാൻ ഒരു അവസരമാണ് ഉണ്ടാകുന്നതെങ്കിൽ കാര്യകാരണ സഹിതം സംസാരിക്കാൻ പറ്റും. അതിൻ്റെ അവസരം ഉണ്ടാകുന്നില്ല. എല്ലാ ബഹളങ്ങളുടെയും ഏത് സമരങ്ങളുടെയും ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ ഓൾറെഡി പോലീസിനറിയാം. നിങ്ങളെ തിരിച്ചുവിടാനുള്ള വഴിയറിയാം. നിങ്ങൾ അവർ ഉയർത്തുന്ന ആ ശബ്ദത്തെ അടിച്ചമർത്താനുള്ള ശേഷി ഭരണകൂടത്തിനുണ്ട്. എന്നാൽ പ്രൊട്ടസ്റ്റുകൾ ചില സമയത്ത് ഇതിനൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം സൈദ്ധാന്തികമായ ആശയങ്ങളുടെ പിൻബലത്തോടെയാണ്. ഇതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാനിവിടെ പറയാൻ വന്നത്, ഇത്തരത്തിലെ ഒറ്റപ്പെട്ട വിപ്ലവങ്ങളോ കലഹങ്ങളോ കലാപങ്ങളോ സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ ഗുണപരമാക്കും എന്നൊരു കാഴ്ചപ്പാട് എനിക്കില്ല. പക്ഷേ അതൊക്കെ ചിന്തയ്ക്ക് പ്രേരകമാണ്. ആ ചിന്തയുടെ അടിസ്ഥാന മൂല്യം എന്താണ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ 2 വർഷങ്ങൾ ഇവിടെ നിലനിന്നിരുന്ന 2 ഘട്ടങ്ങൾ നിലനിന്നിരുന്ന ആ വലിയ യുദ്ധങ്ങൾക്കൊടുവിൽ അതിൻ്റെ കെടുതി അനുഭവിച്ച കുട്ടികൾക്കിടയിൽ ഉണ്ടായി വന്ന ഇത്തരത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ, സ്ത്രീകൾക്കിടയിലെ ധാർമ്മിക പ്രശ്നങ്ങൾ, അത് ക്രമേണ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ അന്തസ്സും ആഭിജാത്യവും ഒക്കെ നഷ്ടപ്പെടുത്തി. അവരുടെ ജീവിതത്തിന് പുതിയൊരു മാനം കൈവന്നു. അവർക്ക് സ്വതന്ത്രമായ വ്യവഹാരങ്ങളുടെ വഴിയുണ്ടായി. അവർക്ക് ആധ്യാത്മികത കുറേയൊക്കെ അവരെ വിട്ടുപോകുന്ന ഒരു പരിസ്ഥിതി ഉണ്ടായി. ഇതിലേറ്റവും ദുരിതമനുഭവിച്ച ഈ കുട്ടികൾക്ക് വേണ്ടി രൂപപ്പെട്ടതാണ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്ന ആശയം. അതിന് പല വേർഷനുകളുണ്ട്. അതിലൊന്നാണ് റോബർട്ട് റൈസിൻ്റെ സൺഡേ സ്കൂൾ എന്ന പ്രസ്ഥാനം. സൺഡേ സ്കൂൾ എന്ന പ്രസ്ഥാനം വളരെ ഗംഭീരമായ വിപ്ലവാത്മകമായൊരു മാറ്റമാണ് ഇംഗ്ലണ്ടിലെങ്ങും വരുത്തിയത്. റൈക്സും സഹപ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് ഇത്തരം കുട്ടികളെ, അത് കാലഘട്ടത്തിന് ശേഷമാണ്, ഇത്തരം കുട്ടികളെ അല്ലെങ്കിൽ അതിൻ്റെ ഉപോൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ രൂപപ്പെട്ടു വന്ന ഈ പ്രവണതകളെ, തിന്മകളെ പരിഷ്കരിച്ച് കുട്ടികൾക്കിടയിലേക്ക് ക്രിസ്തുബോധം എത്തിക്കുന്ന ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തു. അതിൻ്റെ കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷക്കാരുടെ ബാലസംഘമുണ്ട്, അതല്ലെങ്കിൽ നമ്മൾ കാണുന്ന ബാലഗോകുലമുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പ്രോഗ്രാമുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇതിൽ പലതുമൊക്കെ ക്ഷീണാവസ്ഥയിലാണ്. അപ്പോൾ പഴയ പോലെ കുട്ടികളെ ഈ മത്സരങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ ഇവർ കാണുന്ന അവരുടെ ആ നായകൻ, അല്ലെ അവർ മനസ്സിലാക്കുന്ന അവരെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആൾ, സമൂഹത്തിലെ തിന്മയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്ത ശേഷം ഈ ദൈവിക പരിവേഷം ആളുന്ന ഈ വ്യക്തിത്വങ്ങളിലേക്ക് അവർ ചെന്ന് കഴിയുമ്പോൾ അവർ പഠിക്കേണ്ട പാഠം എന്താണ്, അവർ മനസ്സിലാക്കേണ്ട ആശയം എന്താണ്. ഞാനത് വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നമ്മുടെ ആരാധനമൂർത്തി, നിങ്ങൾ അനുധാവനം ചെയ്യുന്ന ആ വ്യക്തിത്വത്തെ ചെറുഹൃദയത്തിലെ നിങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടിരിക്കുന്നത് ആരായിട്ടാണ്? അദ്ദേഹത്തിന് അട്രാക്റ്റ് ചെയ്യേണ്ട ഘടകങ്ങൾ എന്താണ്? അത് ജന്മസിദ്ധമായി കിടക്കുന്നുണ്ട്. കംസവധമാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലെ ശ്രീകൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളാകട്ടെ, അദ്ദേഹത്തിൻ്റെ വെണ്ണമോഷ്ടിക്കുന്ന കഥയാകട്ടെ, അതിലെല്ലാം കുട്ടിക്ക് അതിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന ആശയം എന്താണ്? ആ ചെറിയ കുട്ടിയുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന വാക്കുകൾ എന്താണ്, ചിന്തകൾ എന്താണ്? ഇതിൻ്റെ മറുവശമാണ് മദ്രസകളും. മദ്രസകളിൽ എന്താണ് പഠിക്കുന്നതെന്ന് നമുക്ക് അത്യാവശ്യം അറിയാം. അത് എം അക്ബറുമായിട്ട് അഭിലാഷ് നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. കൊച്ചുകുട്ടിയോട് നിങ്ങളുടെ ഒരു സുഹൃത്ത് അതിനെ കണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവനെ മതപരിവർത്തനം ചെയ്യിക്കാനുള്ള വഴികൾ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുക, അന്യനെ കാഫിറായി കാണാനുള്ള വഴി പറഞ്ഞു കൊടുക്കുക, ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പാലസ്തീനിലുമൊക്കെ ഉള്ള ഹമാസ് തീവ്രവാദികളുമൊക്കെ ഉണ്ട്. കുട്ടികളെ ചെറുപ്രായത്തിലെ ആയുധ പരിശീലനം നടത്തുക. അപ്പോൾ അത് തൻ്റെ പ്രതിഷ്ഠയ്ക്കോ അല്ലെങ്കിൽ തൻ്റെ പ്രാണദേവനോ ഇഷ്ടദേവനോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ മതത്തിൽപ്പെട്ടവൻ്റെ ചോരയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ ബോധത്തെ എല്ലാം അതിജീവിക്കുന്ന ഒന്ന് തന്നെയാണ് സൺഡേ സ്കൂൾ. കാരണം അവിടെ പഠിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ആ യേശുക്രിസ്തുവിൽ നിങ്ങൾ എത്ര ഗൗരവത്തിലെടുത്ത് പഠിച്ചാലും ഇങ്ങനൊരു വ്യക്തിത്വത്തെ കാണാനാവില്ല. അതിൽ നിങ്ങൾക്കൊരു റോൾ മോഡൽ കണ്ടെത്താൻ പറ്റും, ഒരു മാതൃകാ പുരുഷനെ കണ്ടെത്താൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്രൈസ്തവ സഭകൾ ഈ സൺഡേ സ്കൂൾ പഠനത്തിന് വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല. അതിൻ്റെ ഉൽപ്പതിഷ്ണുപരമായ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയില്ല. ഒറ്റവാക്കിൽ പറയട്ടെ, യുദ്ധം അതിൻ്റെ ഭീകരതയിൽ ഉണ്ടാക്കിയെടുത്ത ദുരന്തങ്ങൾക്ക് നേരെയുള്ള ഏറ്റവും ആധ്യാത്മികവും മാനുഷികവുമായ ചെറുത്തുനിൽപ്പിൻ്റെ പേരാണ് വാസ്തവത്തിൽ ഈ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനങ്ങൾ. ആ പ്രസ്ഥാനങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ സംഘടിതമായ സംഘമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മുന്നേറ്റം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത്രത്തോളം മറ്റൊന്നിനും വളരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ പഠനങ്ങൾ, അതിൻ്റെ സിലബസ്, അതിലെ ആശയങ്ങളെല്ലാം തന്നെ മനുഷ്യോന്മുഖമാണ്. എങ്ങനെ നിങ്ങൾക്ക് സുഹൃത്തിനെ സ്നേഹിക്കാം, എങ്ങനെ നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാം? കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നിങ്ങൾക്ക് കാണാത്ത ദൈവത്തെ സേവിക്കാനാവില്ല. നിൻ്റെ ആഹാരം പങ്കിടണം, നീ ദാനധർമ്മങ്ങളിൽ പങ്കാളിയായി തീരണം, നീ രാഷ്ട്രത്തെ അനുസരിച്ച് പോകണം,
നീ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭരണാധികാരിയെ നീ ബഹുമാനിക്കണം. അങ്ങനെ സൽ സ്വഭാവങ്ങളുടെ ഗുണപരമായ ചിന്താധാരകളിലൂടെയാണ് ഇത്തരം ബാല്യങ്ങളെ അല്ലെങ്കിൽ കൗമാരങ്ങളെ, അതിലും താഴെയുള്ള കുഞ്ഞുങ്ങളെ ശൈശവാവസ്ഥയിൽ തന്നെ അഭ്യസിപ്പിച്ചു കൊണ്ടുവരുന്നത്. അത് ആ വരും വഴിക്ക് തിന്മകളെക്കുറിച്ച് ബോധ്യം വരേണ്ടതുണ്ട്. മദ്യത്തെക്കുറിച്ച്, ലഹരിയെക്കുറിച്ച്, കൊലപാതകത്തെക്കുറിച്ച്, അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒക്കെ പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണത്. ഞാൻ ഈ ചിന്തയിൽ തന്നെ ചില അപരമത വിമർശനം നടത്തിയിട്ടുണ്ട്. അത് അപരമത വിദ്വേഷമല്ല. ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്നാണ് എൻ്റെ മാന്യ സുഹൃത്തുക്കൾ പരതേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബാല്യത്തിൽ ഇത്തരം ഡ്രില്ലുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അല്ലെങ്കിൽ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ സംഘപരിവാരങ്ങളുടെയും മറ്റും പരിശീലന കളരികളുണ്ട്. അവിടെ ആയുധങ്ങളുണ്ട്, അവിടെ ഏറ്റുമുട്ടലുണ്ട്. പുരാണ കഥകളിലെ രാജാക്കന്മാരുടെ ഓരോ തരത്തിലെ വിക്രിയകൾ കുട്ടികൾ പഠിച്ച് ധീരകൃത്യങ്ങൾ മനസ്സിലിങ്ങനെ സങ്കല്പിച്ച് വെക്കാറുണ്ട്. കുട്ടികളെ ചെറുപ്പത്തിലേറെ ആകർഷിക്കുന്ന ഒരു ക്യാരക്ടറാണ് വാസ്തവത്തിൽ അർജുനൻ. അർജുനൻ എന്നുള്ള വില്ലാളി വീരൻ ഏവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ അർജുനൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന് കാട്ടാളനായ ഏകലവ്യനോട് തോന്നുന്ന ഒരു പകയുണ്ട്. ആ പകയുടെ ആധാരം നമുക്കറിയാം. ദ്രോണർ അവിടെ എന്താ ചെയ്യുന്നത്? ഈ ഏകലവ്യൻ്റെ പെരുവിരൽ മുറിച്ചു വാങ്ങുകയാണ്. ദ്രോണനേക്കാൾ പ്രതിഭാശാലിയാണ് വാസ്തവത്തിൽ ഏകലവ്യൻ. കാരണം ദൂരക്കെട്ട ഒരു നായുടെ കുര കെട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ വായിലേക്ക് അസ്ത്രം അയച്ചയച്ച് അത് നൂലുകൊണ്ട് നെയ്യുന്നത് പോലെ ചലിക്കാനാവാത്ത പരിസ്ഥിതി സൃഷ്ടിച്ച ഇത്രയും കരുത്തനായ ഒരു വില്ലാളിയുടെ കഴിവൊന്നും ദ്രോണർക്കില്ല. ഇനി ഇത്രയും കഴിവുണ്ടായിരുന്നെങ്കിൽ ദ്രോണർ ആ വിദ്യ വാസ്തവത്തിൽ അർജുനനെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അശ്വത്ഥാത്മാവിന് ഒരു ദക്ഷിണ വെച്ചത് പഠിച്ചാൽ മതിയായിരുന്നു. ദ്രോണറിലെ അപകർഷതാബോധം അതിനൊന്നും ഇടയാക്കിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ കഥകൾ, ആ കഥയുടെ മറുവശത്തൊരു കഥയുണ്ട്. ഇതൊന്നും പഠിക്കാത്ത വിധത്തിൽ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇത്തരം ചിന്തകൾ രൂപപ്പെടുകയാണ്. ഏറ്റുമുട്ടലുകൾ കാണുകയാണ്, സംഘർഷങ്ങൾ കാണുകയാണ്, കുരുക്ഷേത്ര യുദ്ധം പഠിക്കുകയാണ്. ബാലരമ മുതലുള്ള അമർചിത്ര കഥകളിലൂടെ ഇത്തരം ചിന്തകൾ രൂപപ്പെട്ടു വന്നിട്ട് ചില ഇടുങ്ങിയ ബോധങ്ങളെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. മദ്രസകളും ഇതൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്, ഇതിലും ഭീകരമായി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാല്യത്തിലെ നിങ്ങളവിടെ സൃഷ്ടിക്കുന്ന ആളാരാണ്? ഒരു അന്യമത വിദ്വേഷകനാണ്. മറ്റുള്ള ആളുകളെ എങ്ങനെ വിദ്വേഷിക്കാമെന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും സൺഡേ സ്കൂളിൻ്റെ സിലബസ് പഠിക്കുക. കത്തോലിക്ക സഭയുടെയോ യാക്കോബായ സഭയുടെയോ ഓർത്തഡോക്സ് സഭയുടെയോ പെന്തക്കോസ്ത് സഭകളുടെയോ ബ്രദറൻ സഭകളുടെയോ സൺഡേ സ്കൂൾ സിലബസ് പഠിക്കുക. ആ സിലബസിൽ എവിടെയും അന്യമതങ്ങളുടെ വിദ്വേഷമില്ല. മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനുള്ള വചനങ്ങളില്ല. ബൈബിൾ പഠിക്കുന്ന ആ പാഠഭാഗങ്ങളെ കൃത്യമായി പഠിപ്പിച്ചിട്ട് എങ്ങനെ നിങ്ങൾക്കൊരു നല്ല പൗരനാകാം, എങ്ങനെ നിങ്ങൾക്ക് രാജ്യസ്നേഹിയാകാം, എങ്ങനെ നിങ്ങൾക്ക് നിലനിൽക്കുന്ന രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾക്ക് വേണ്ടി നിൽക്കാം എന്നുള്ള പഠനങ്ങളാണ്. അത് ബാല്യത്തിലേ ആരംഭിക്കുന്നതാണ്. വഴിയിലൊരു വചനമുണ്ട്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ബാലൻ തൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഓർത്തു നോക്കുക, ഗർഭസ്ഥ ശിശു മുതൽ മരിച്ചടങ്ങിയ ഒരു മനുഷ്യനെ, അവൻ്റെ മരണാനന്തര ജീവിതത്തെ, അങ്ങനെ ജീവിതത്തിൻ്റെ സമഗ്രതയെയും വാസ്തവത്തിൽ യേശുവിൻ്റെ പഠനങ്ങൾ അവിടെയെല്ലാം ചെന്നെത്തുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുത്ത വില വളരെയാണ്. വേറെ ഏതെങ്കിലും മാർഗങ്ങളിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പരിഗണിച്ച ആധികാരികമായ വചനങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ശിശുക്കളുടെ സംഭാഷണം, ശിശുക്കളുടെ രീതികൾ അത് നമ്മൾ പലപ്പോഴും ബാലിശമായി കാണാറുള്ളൂ. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓടിയെത്തിയൊരു ചോദ്യം ചോദിക്കുന്ന കുഞ്ഞിനെ ആട്ടിപ്പായിക്കുന്നവരാണ് നമ്മൾ. രണ്ടാളുകൾ തമ്മിൽ ഗൗരവപരമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവിടേക്ക് ഓടി വരുന്ന കുഞ്ഞിനെ പറഞ്ഞു വിടുന്ന ആളുകളാണ് നമ്മളെങ്കിൽ, ആ കുഞ്ഞിനെ ഇങ്ങി വാ മാറോടണക്കി പിടിച്ച് സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിച്ച് നിർത്തുന്ന ആ സ്നേഹം. എന്നിട്ട് ഈ കുഞ്ഞ് നിൻ്റെ അധ്യാപകനാണെന്ന് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ തിരിഞ്ഞ് ഈ കുഞ്ഞിനെ പോലെ ആകുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യമില്ല എന്ന് പറഞ്ഞ് ഏത് വൃദ്ധനെയും ശിശുവാക്കുന്ന, ഏത് കരുത്തനെയും വീണ്ടും ജനിക്കാൻ പ്രേരിപ്പിക്കുന്ന, ജീവിത നൈർമല്യങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ആ സൂര്യ തേജസ്സാണ് ക്രിസ്തുവിൻ്റെ പഠനങ്ങളുടെ സവിശേഷത. അതാണ് സൺഡേ സ്കൂളിൽ പഠിക്കുന്നത്. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ആളുകൾ, എനിക്ക് പറയാനുള്ള കാര്യം, ഇവിടെ എത്രയോ മദ്രസകൾ റെഡി ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് പാകിസ്ഥാനിൽ തകർത്തത് എന്താണ്? വാസ്തവത്തിൽ അവിടെ കണ്ടുവരുന്ന ഇത്തരം സ്ഥാപനങ്ങളെയാണ്. ഈ സ്ഥാപനങ്ങളിൽ എന്താണ് പഠിക്കുന്നത്? അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്ന ലഘുലേഖകൾ എന്താണ്? അതൊക്കെ അന്യദേശത്തെ ഇന്ത്യ ആക്രമിക്കണം, ഹിന്ദുവിനെ ആക്രമിക്കണം, ഇത്തരത്തിലെ പരാമർശങ്ങളാണ്. മറുവശം എടുക്കുക, നിങ്ങൾ എന്താണ് സംഘപരിവാരങ്ങളുടെ ക്ലാസ്സുകളിൽ കാണുന്നത്? തങ്ങളെന്തോ ശ്രേഷ്ഠരാണ്, ബാക്കി മനുഷ്യരൊക്കെ അധമരാണ്. ഇന്ത്യയിൽ വാർക്കുന്ന ഏറ്റവും ശ്രേഷ്ഠത തങ്ങളാണെന്നും ആരിനൊഴിച്ചുള്ള സമൂഹമെല്ലാം പ്രശ്നക്കാരാണെന്നും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആഭ്യന്തര ശത്രുക്കളാണെന്നും കമ്മ്യൂണിസ്റ്റുകൾ വധിക്കപ്പെടുവാനുള്ള ആളുകളാണെന്നും നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. രാഷ്ട്രീയവും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. തൻ്റേതൊഴിച്ചുള്ള ബാക്കിക്കൊന്നും ഇവിടെ നിലനിൽപ്പില്ല, അവയെല്ലാം അപ്രസക്തമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠബോധമാണ്. ഇനി ആര് പഠിപ്പിച്ചാലും ഏത് മേഖലയിൽ നിന്ന് ഗ്രഹിച്ചാലും ഇത്തരത്തിലെ ഇടുങ്ങിയ ചിന്തയുടെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാനവികതയുടെ ഏറ്റവും ശ്രേഷ്ഠകരമായ മനുഷ്യത്വ ആശയങ്ങളുടെ, സ്ത്രീപുരുഷ സമത്വത്തിൻ്റെ, കുട്ടികളെയും അംഗീകരിക്കുന്ന
ഒരു വലിയ ചിന്താധാരയുടെ വഴിയിലാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വ്യാപ്തി നിലനിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഏതായാലും ഇന്ന് നമ്മുടെ ഈ വിഷയത്തിൽ എനിക്ക് ഇത്രയേ പറയാനായിട്ടുള്ളൂ. ഈ സൺഡേ സ്കൂൾ പോലെയുള്ള ബൈബിൾ പഠനങ്ങൾ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള മാറ്റം വളരെ വലുതാണ്. അത് പിൽക്കാലഘട്ടത്തിൽ സയൻറ്റിസ്റ്റുകളെ സൃഷ്ടിച്ചു, ചിന്തകന്മാരെ സൃഷ്ടിച്ചു, ഏറ്റവും സമൂഹത്തിന് അനിവാര്യമായ വൈദ്യശാസ്ത്രജ്ഞന്മാരെ സൃഷ്ടിച്ചു. ആ വഴിത്താരയിലൂടെ സഞ്ചരിച്ച് നമുക്കും ക്രിസ്തു വചനങ്ങളെ സാർത്ഥകമാക്കാൻ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ താരതമ്യ പഠനത്തിൻ്റെ, ഈ വിശകലനത്തിൻ്റെ ലക്ഷ്യം തന്നെ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ചെറുകുട്ടികളോടുള്ള നമ്മുടെ സമീപനത്തിൻ്റെ, നമ്മുടെ വീക്ഷണഗതിയുടെ സവിശേഷത എന്തായിരിക്കണം എന്നുകൂടി ബോധ്യപ്പെടുത്താനാണ്. ആ ചിന്തയിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് പോകാനുള്ള കരുത്തും പ്രാപ്തിയും ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.